അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. ആധുനികമായ അധ്യാപന രീതിയിൽ AI-യുടെ ഗുണവും ദോഷവും എന്ന വിഷയത്തിലാണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പുതിയ കാലഘട്ടത്തിൽ ആധുനികമായ സംവിധാനങ്ങളുടെ ആവിർഭാവത്തിന് ശേഷം വളർന്നു വരുന്ന വിദ്യാർത്ഥികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം, അതല്ലെങ്കിൽ 20-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ AI സംവിധാനങ്ങൾ അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇന്നോ ഇന്നലെയോ കടന്നു വന്നതല്ല. മറിച്ച് 1990-കളുടെ തുടക്ക കാലഘട്ടങ്ങളിൽ ഇറങ്ങിയ മാട്രിക്സ് പോലത്ത, ടെർമിനേറ്റർ പോലത്ത പല സിനിമാറ്റിക് മൂവികളിലൂടെയുമാണ് AI സംവിധാനങ്ങളെക്കുറിച്ച് പൊതുജനം വിലയിരുത്തപ്പെടുന്നത്. ഇത്തരം സിനിമാറ്റിക് മൂവികളിൽ മരണപ്പെട്ടു പോയ ആക്ടേഴ്സിനെ പോലും തിരിച്ചു കൊണ്ടുവരുന്ന രൂപത്തിലാണ് AI സംവിധാനങ്ങൾ പരിവർത്തനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് വിദ്യാഭ്യാസ മേഖല ഉൾപ്പെടെയുള്ള ഒരുപാട് മേഖലകളിൽ ഇത്തരം AI സംവിധാനങ്ങൾക്ക് പരിവർത്തനം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. എങ്കിൽ പോലും ഇത്തരം സംവിധാനങ്ങളെക്കുറിച്ച് ഈ AI-യുടെ പിതാവായിട്ടുള്ള ജോൺ മെക്കാർത്ത പോലും പറഞ്ഞു വെക്കുന്നതായിട്ട് കാണാം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ AI സംവിധാനം എന്നുള്ളത് ബുദ്ധിയുള്ള യന്ത്രങ്ങളെയും കമ്പ്യൂട്ടറൈസ്ഡ് പ്രോഗ്രാമുകളെയും പ്രവർത്തിപ്പിക്കാനുള്ള ശാസ്ത്രവും എഞ്ചിനീയറിംഗുമാണ്. ഇത്തരം സംവിധാനങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതും മനുഷ്യരാണ്. അതുകൊണ്ട് തന്നെ ഗുണവും ദോഷവും, അഥവാ ഒരു രൂപത്തിൽ നോക്കുമ്പോൾ ഒരു കൂട്ടം ആളുകൾക്ക് ഗുണവും മറ്റു രൂപത്തിൽ ദോഷവുമായിരിക്കുന്ന രൂപത്തിൽ ചിലപ്പോൾ AI സംവിധാനങ്ങൾ പ്രവർത്തിച്ചേക്കാം എന്ന് ഇദ്ദേഹം തന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പരിശുദ്ധമായ ഖുർആനു ഷരീഫിലൂടെ അല്ലാഹു തആല സൂറത്തുൽ നഹ്ലിന്റെ 53-ാം സൂക്തത്തിലൂടെയും സൂറത്തുൽ ജാസിയയുടെ 13-ാം സൂക്തത്തിലൂടെയും നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ലോകത്ത് ജീവിക്കുന്ന മനുഷ്യർക്ക് ഭൂമിയിലുള്ള എല്ലാത്തിനെയും നാം കീഴ്പ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇത്തരം പരിശുദ്ധമായ ഖുർആനു ഷരീഫിന്റെ ഈ സൂക്തങ്ങളെ ആധുനികമായ AI-യുടെ കടന്നുവരവിന് ശേഷം ജീവിക്കുന്ന നമ്മൾ ശരിക്കും ചിന്തിക്കപ്പെടേണ്ട ആശയങ്ങൾ തന്നെയാണ് ഇത്തരം ആയത്തിന്റെ തഫ്സീറിലൂടെ മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. എന്നിരുന്നാലും ഈ ഒരു അവസരത്തിൽ ഗുണവും ദോഷവും സംയോജിപ്പിച്ച് സംസാരിക്കലായിരിക്കും ഏറ്റവും ഉത്തമമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. നമുക്കറിയാം, AI സംവിധാനങ്ങൾ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മിലോട്ട് കടന്നു വന്നു എന്നുള്ളതാണ് സത്യം. ഒരു വിധത്തിൽ നോക്കുമ്പോൾ ഇന്ന് നമ്മുടെ സ്കൂളുകളിലും മറ്റു മേഖലകളിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം വിദ്യാർത്ഥികൾക്ക് AI സംവിധാനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നത് വസ്തുതയാണ്. പക്ഷേ പലപ്പോഴും ഇത്തരം സംവിധാനങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഭീഷണിയുമായിട്ട് മാറാറുണ്ട് എന്നുള്ളതും സത്യം തന്നെ. ഇത്തരം AI സംവിധാനങ്ങൾ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് വിദ്യാർത്ഥികളുടെ തുടക്ക കാലഘട്ടം മുതൽ തന്നെ പ്രാഥമിക പഠനം മുതൽ ഉന്നത വിദ്യാഭ്യാസം വരെയും AI സംവിധാനങ്ങൾ വിദ്യാർത്ഥിയോടൊപ്പം പരിവർത്തനം ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥിക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ ആവശ്യങ്ങളും വിദ്യാർത്ഥിയുടെ മനോഭാവം ഉൾപ്പെടെയുള്ള ഉൾചിന്തകളടക്കം മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത്തരം AI സംവിധാനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വിദ്യാർത്ഥി എങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കേണ്ടത്, എങ്ങനെയാണ് ആ വിദ്യാർത്ഥി പഠിക്കേണ്ടത് എന്നുള്ള സംവിധാനങ്ങളൊക്കെ ഇത്തരം AI സംവിധാനങ്ങൾ വിദ്യാർത്ഥിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. പെട്ടെന്നുള്ള ഫീഡ്ബാക്കുകളും മറ്റു വിദ്യാർത്ഥികൾക്കുള്ള പിന്തുണകളും ഇത്തരം AI സംവിധാനങ്ങൾ ഉടനടി തന്നെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടേക്ക് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ അടുത്ത് ANN എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഇത്തരം AI സംവിധാനങ്ങളിലോട്ട് ഉൾപ്പെട്ടതോടുകൂടിയാണ് ഇന്ന് നാം കാണുന്ന രൂപത്തിലുള്ള AI സംവിധാനങ്ങൾ നമുക്ക് മുമ്പിലെത്തിയത്. അഥവാ ഒരു സാഹചര്യത്തിനനുസരിച്ച് ഒരാളോട് എങ്ങനെയായിരിക്കണം ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന ഉപഭോക്താവിന് എങ്ങനെയായിരിക്കണം ഇത്തരം AI സംവിധാനങ്ങൾ തിരിച്ചു പ്രവർത്തിക്കേണ്ടത് എന്നുള്ള രൂപത്തിലോട്ട് ഈ അടുത്ത കാലത്താണ് AI സംവിധാനങ്ങൾ മാറിയിട്ടുള്ളത് എന്നുള്ളതും സത്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം AI സംവിധാനങ്ങൾ വിദ്യാർത്ഥിക്ക് പിന്തുണ നൽകുമ്പോൾ പലതരത്തിലുള്ള സാങ്കേതികമായ തകരാറ് മൂലമായിട്ടും മറ്റു
സംവിധാനങ്ങളിൽ മറ്റു തകരാറ് മൂലമായിട്ടും ഇത്തരം AI സംവിധാനങ്ങൾ വിദ്യാർത്ഥിക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള പല വിദ്യാഭ്യാസങ്ങളും തടസ്സപ്പെടുത്തുന്നു എന്നുള്ളത് സത്യമാണ്. എന്നാൽ ഇതിലേറെ ഗുണവും AI സംവിധാനങ്ങൾ വിദ്യാർത്ഥി ലോകത്തിന് കാഴ്ചവെക്കുന്നുണ്ട്. നമുക്കറിയാം, കുറച്ച് മുമ്പോട്ടൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് എത്തിപ്പെടാൻ പറ്റാത്ത മേഖല പലപ്പോഴും പല ഉപകരണങ്ങളുടെയും മെറ്റീരിയൽസിൻ്റെയും അഭാവം മൂലം വിദ്യാർത്ഥികൾക്ക് എത്തിപ്പെടാൻ കഴിയാത്ത രൂപത്തിലുള്ള മേഖലകളിലോട്ട് താഴ്ന്ന പ്രദേശമെന്നോ അതല്ലെങ്കിൽ ഉയർന്ന പ്രദേശമെന്നോ വ്യത്യാസമില്ലാതെ ഓരോ വിദ്യാർത്ഥികൾക്കും നൽകേണ്ട രൂപത്തിൽ അവരെ അവിടേക്ക് എത്തിക്കാനുള്ള പിന്തുണ ഇത്തരം AI സംവിധാനങ്ങൾ നൽകുന്നു എന്നത് സത്യം തന്നെ. പല അധ്യാപകരും പറയുന്നതായിട്ട് നമുക്ക് കാണാം, ഇത്തരം AI സംവിധാനങ്ങൾ അധ്യാപകർക്കുള്ള ജോലി ഭാരം കുറക്കുന്നു എന്നത് സത്യം തന്നെയാണെന്ന് അധ്യാപകർ നമുക്ക് ഉണർത്തുന്നുണ്ട്. അഥവാ ഒരു വിദ്യാർത്ഥിയെ പിന്തുണക്കുന്ന ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സ്ട്രെസ്സുകളും മറ്റു മനോഭാവങ്ങളും അധ്യാപകൻ നേരിടും എന്നുള്ളത് സത്യം തന്നെ. പക്ഷേ ഇത്തരം അവസ്ഥകളിലൊക്കെ ഇത്തരം നിർമ്മിത ബുദ്ധികളുടെ ഉപയോഗത്തോടു കൂടി ഇത്തരം ഭാരങ്ങൾ ഇത്തരം AI സംവിധാനങ്ങൾ അധ്യാപകന് കുറച്ചു കൊടുക്കുന്നു എന്നത് സത്യം തന്നെയാണ്. പക്ഷേ ഇത്തരം AI സംവിധാനങ്ങളെ കുറിച്ച് പലപ്പോഴും പ്രചരണത്തിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത്തരം സംവിധാനങ്ങളുടെ കടന്നുവരവോടുകൂടി പല ആളുകൾക്കുമുള്ള അതല്ലെങ്കിൽ പല അധ്യാപകർക്കുമുള്ള പല ഡോക്ടേഴ്സിനുമുള്ള പല മെഡിക്കൽ മേഖലയിലും പ്രവർത്തിക്കുന്ന ഓരോ ഉന്നതമായ ഉദ്യോഗത്തിലുള്ള പലരുടെയും ജോലി മാറ്റം ചെയ്യാൻ ഇത്തരം AI സംവിധാനങ്ങൾ കാരണമായിട്ടുണ്ട് എന്ന് പല ശാസ്ത്രജ്ഞന്മാരും പറഞ്ഞു വെക്കുന്നതായിട്ട് നമുക്ക് കാണാം. എങ്കിലും ഈ വൈകിയ വേളയിൽ എനിക്ക് ഉണർത്താനുള്ളത്, ഇത്തരം AI സംവിധാനങ്ങൾ പലരുടെയും ജോലിയെ മാറ്റിമറിക്കുന്നുണ്ടെങ്കിൽ പോലും വളർന്നുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇത്തരം സംഭവങ്ങൾ നമ്മുടെ ശാസ്ത്രലോകം തുറന്നു കൊടുക്കുമ്പോൾ ഒന്നുകൂടി മാനുഷികമായ ഇടപെടലുകളിൽ നിന്ന് മാറ്റി നിർത്തി AI സംവിധാനത്തെ നമ്മുടെ അധ്യാപന മേഖലകളിലോട്ട് കൊണ്ടുവരുന്നതിന് പകരം അധ്യാപകർക്കുള്ള പിന്തുണ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി AI സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ഒന്നുകൂടി നമ്മുടെ വിദ്യാഭ്യാസ ലോകം ഉന്നതിയിലെത്തും എന്ന് ഞാൻ ഉണർത്തുകയാണ്. ഈ ഒരു അവസരത്തിൽ കൂടുതലായി സമയം അനുവദിക്കാത്തതിനാൽ ദീർഘിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. വാക്കുകൾ ഉപസംഹരിക്കുന്നു. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.